ഹായ് ഹലോ, ഞാൻ കവി അനഹസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ മെലസ്റ്റോമ എങ്ങനെ വേര് പിടിപ്പിക്കുക. ഇപ്പോൾ മഴയാണല്ലോ, മഴയത്ത് നട്ടാൽ എന്തായാലും പിടിച്ച് കിട്ടുന്നുള്ളത് ഉറപ്പാണ്. എനിക്ക് കുറേ നട്ടതിന് ശേഷമാണ് കേട്ടോ ഒരു മെലസ്റ്റോമ പിടിച്ച് കിട്ടിയത്. അപ്പോൾ ഞാൻ നട്ട രീതിയാണ് നിങ്ങളെയും കാണിച്ചു തരാൻ പോകുന്നത്. കൂടാതെ ഒരു സെയിൽ വീഡിയോയും കൂടെയാണ് കേട്ടോ ഇത്. ഞാൻ ആദ്യമായിട്ടാണ് സെയിൽ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് എൻ്റെ സെയിലിൻ്റെ പ്ലാന്റ്സ് കാണിക്കുന്നത് ഇതാണ്. ലിപ്റ്റിക് അഗ്ലോമിയ, ഇത് പിന്നെ ഈ ഒരു അഗ്ലോമിയ ഉണ്ട്. പിന്നെ വേറൊരു 2 ടൈപ്പ് അഗ്ലോമിയയും കൂടി ഉണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ. 30 രൂപയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ വില. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വാങ്ങാം കേട്ടോ. പിന്നെ അടുത്ത അഗ്ലോമിയ ഇതാണ് കേട്ടോ. ഈ അഗ്ലോമിയയ്ക്ക് 30 രൂപ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്ലാന്റിൻ്റെ സൈസ് ഇത്രയും തന്നെ ഉണ്ടാവും. പിന്നെ കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. കുറച്ച് നല്ല 2 സൈസ് വാട്ടർ പ്ലാന്റ്സ് ആണ്, മെക്സിക്കോ സോവട്ടും പിന്നെ മറ്റേ ടട്ടിൽ വെയിൻ. ഇത് രണ്ടും നമുക്ക് 10 രൂപക്കാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ തൈകൾ ഒരു തൈക്ക് 10 രൂപ അങ്ങനെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അടുത്തൊരു പ്ലാന്റ്സ് ഇതാണ് കേട്ടോ. അഗ്ലോമിയയുടെ തന്നെ ഈ ടൈപ്പ് ഉണ്ട്. ഇതിനും 30 രൂപയാണ് കേട്ടോ. പ്ലാന്റിൻ്റെ സൈസ് ഇത്രയും തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരു സെയിൽ വീഡിയോ ഇടുന്നത്. എങ്ങനെയായി തീരും എനിക്കൊരു നിശ്ചയമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ് നമ്മുടെ മെലസ്റ്റോമ എങ്ങനെ വേര് പിടിപ്പിക്കുക എന്നുള്ളതിലോട്ട് പോവാം കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് എനിക്കൊരു കുഞ്ഞ് തണ്ട് കൊണ്ട് തന്നത് 2 പ്രാവശ്യം കൊണ്ട് തന്നിട്ട് അത് പിടിച്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത്, കവറിൽ ഒരു കുഞ്ഞ് കവർ എടുത്തിട്ട് അതിന് നട്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറച്ച് ദിവസമൊക്കെ അതിങ്ങനെ ഒന്ന് ശോഷിച്ചൊക്കെ അങ്ങനെ നിന്നു കേട്ടോ. പിന്നെ അതെനിക്ക് പിടിച്ച് കിട്ടി. ഒരു കണക്കിനാണ് പിടിച്ച് കിട്ടിയത്. ഞാനൊരു ചട്ടിയിലോട്ട് മാറ്റി. പിന്നെ ഞാനിത് രാവിലെ ഞാൻ ജോലിക്ക് പോരുമ്പോൾ വെയിലത്തോട്ട് എടുത്ത് വെക്കും. എന്നിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞേൽപ്പിച്ചേക്കും കുറച്ച് കഴിയുമ്പോൾ തണലത്ത് വെക്കണം. അപ്പം ഞാൻ എങ്ങനെയാണ് നട്ട് പിടിപ്പിച്ചതെന്ന് നോക്കാം. അതിനായിട്ട് 2 കവർ എടുത്തൊരു സാധാരണ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്നൊരു കവറും എടുത്തു. പിന്നെ അങ്ങനത്തെ ഒരു കവർ കൊടുത്തിട്ട് അതിന് ശേഷം ഇതുപോലൊരു കുഞ്ഞു കമ്പ് ഞാൻ അതിൽ നിന്ന് മുറിച്ചെടുത്തിട്ടോ. എന്നിട്ട് അതിൻ്റെ അറ്റത്തെ ഇലകളൊക്കെ കളഞ്ഞു. അതിന് ശേഷം ഞാൻ ആ കവറിലോട്ടൊരു മണ്ണ് വെച്ചു. അപ്പോൾ നമുക്ക് 2 കവർ എന്തിനാണെന്നല്ലേ ആവശ്യമുണ്ട് കേട്ടോ. കാണിച്ചു തരാം. അപ്പം ഇത്രയും മതി. പിടിച്ചു കിട്ടാനാണെങ്കിൽ ഈ ഒരു തണ്ട് മതിയാവും. അതിന് ശേഷം ഞാൻ ആ കവറിൽ മണ്ണ് നിറച്ചു. അതിന് ഒരു ചെറിയൊരു കുഴിയെടുത്ത് നമ്മൾ നേരിട്ട് അങ്ങനെ കുത്തി അങ്ങ് ഇറക്കരുത് കേട്ടോ. ഒരു ചെറിയൊരു കമ്പൗണ്ടാണല്ലോ ഒരു കുഴി എടുത്തതിന് ശേഷം ഇതുപോലെ നട്ടു വയ്ക്കുക. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കണം. അതായത് ഞാൻ ആദ്യം കാണിച്ച കവറില്ലേ, ആ കവർ കൊണ്ട് എനിക്ക് അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഒറ്റയ്ക്ക് വീഡിയോസ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് അതിനൊരു വശമില്ല. അപ്പോൾ ഇത് കവറുകൊണ്ട് ഇങ്ങനെ മൂടിയിട്ട് അതിൻ്റെ അടിവശത്ത് റബ്ബർ ബാൻഡ് ഇട്ട് ഒന്ന് കെട്ടി വെക്കുക. എനിക്ക് അതൊന്നും എടുക്കാനൊന്നും പറ്റിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. വലിയ കാര്യമൊന്നുമില്ലെന്നേ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ മഴക്കാലമല്ലേ, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവരൊക്കെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെയാണ് ഷെയർ ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ എത്തിക്കാനും ഒന്ന് ശ്രമിക്കണേ. അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. പ്ലാന്റ്സ് വേണ്ടവർ മെസ്സേജ് അയക്കുക കേട്ടോ.